ഹലോ ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ശ്രീനാരായണ ഗുരു വിച്ച് ഈസ് ഹാപ്പൻഡ് ഇൻ 1924. അപ്പോൾ 1924 ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ 5-6 പ്രാവശ്യം ഗാന്ധിജി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ 1924 വന്നപ്പോൾ നാരായണ ഗുരുവായിട്ടൊരു സമ്പർക്കം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷണൽ മീറ്റിംഗ് ഉണ്ടായി. കേരളത്തിലെ അവസ്ഥകളെ കുറിച്ചും കേരളത്തിലെ സൊസൈറ്റൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ടും അൺടച്ചബിലിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു മീറ്റിംഗ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഈ മീറ്റിങ്ങിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ്? അൺടച്ചബിലിറ്റി, കേരളത്തിലെ താഴ്ന്ന ജനക്കാരുടെ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരുടെ അവസ്ഥകളെക്കുറിച്ചും രണ്ടുപേരും തമ്മിലുണ്ടായ ഒരു ഡിസ്കഷനാണ് ഇതിലേക്ക് നയിച്ചത്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇംഗ്ലീഷിലാണ് ഗാന്ധിജി ഒബ്വിയസ്ലി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ അതിന് നാരായണ ഗുരുവിനെ ഗാന്ധിജി ആദ്യം തന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, മീൻസ് ഇംഗ്ലീഷും ഹിന്ദി അറിയാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ശ്രീനാരായണ ഗുരു ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ലല്ലോ, എനിക്ക് സംസ്കൃതം അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ മുഖേനയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഗാന്ധിജി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ട്, ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും, അയാൾ നാരായണ ഗുരു പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗാന്ധിജിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവർ കോൺവെർസേഷൻ നടത്തിയത്. ആ കോൺവെർസേഷൻ ആണ് AC ഹ്യൂമാനിറ്റീസ് പേപ്പറിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്താണ് പേര്? ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് നാരായണ ഗുരു വിച്ച് ഈസ് ഹാപ്പൻ ഇൻ 1924. 24 എന്നും പറയുന്നുണ്ട്, 25 എന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ ഡേറ്റ് വരുന്നത് 25 ആ സമയത്ത് തന്നെയാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് 1924 ആണ്. നിങ്ങൾ എഴുതുമ്പോൾ 24 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ആ കോൺവെർസേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഗാന്ധിജി ചോദിക്കുന്നത് എന്താണ്? ഈ സ്വാമിജി അവെയർ ഓഫ് എനി മെൻഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ ദ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്? അപ്പൊ ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, നമ്മളെ ഹിന്ദു ലിഖിതങ്ങൾ, സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളിൽ സ്വാമി എന്നാണ് അഭിസംബോധന ചെയ്യുന്ന ആരുടെ? നമ്മളെ നാരായണ ഗുരുവിന്റെ സ്വാമി എന്ന് വിളിച്ചിട്ടാണ് ഗാന്ധിജി തുടങ്ങുന്നത്. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒരു ലിഖിതങ്ങളിൽ അൺടച്ചബിലിറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് ഗാന്ധിജി ആരോട് ചോദിക്കുന്നുണ്ട്? നാരായണ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഗുരു അറിയുന്നുണ്ട് എന്ത്? നോ, ഇല്ല, എനിക്കറിയില്ല. ഗാന്ധി പിന്നെയും ചോദിക്കുന്നുണ്ട്, ഡസ് സ്വാമിജി ഹാവ് എനി കൈൻഡ് ഓഫ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ സത്യാഗ്രഹ മൂവ്മെന്റ് ഗോയിങ് അറ്റ് വൈക്കം ഫോർ ദ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി? അപ്പോൾ ആ സമയത്ത് നമ്മൾ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്, അതിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഗാന്ധിജി ചോദിക്കുന്നുണ്ട്, ഈ വൈക്കം സത്യാഗ്രഹത്തെ, അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്യാനുള്ള വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും അതിലെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ, എന്തെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവകാശങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ഗാന്ധിജി സ്വാമിജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും നാരായണ ഗുരു പറയുന്നുണ്ട്, നോ, എനിക്ക് അങ്ങനെ അഭിപ്രായങ്ങളൊന്നുമില്ല. അൺടച്ചബിലിറ്റിനെ കുറിച്ചും സത്യാഗ്രഹത്തെ കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചും എനിക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഗാന്ധിജി അടുത്തത് ചോദിക്കുന്നത് നോക്കൂ, ഡസ് സ്വാമിജി ഫീൽ എനിത്തിങ് മോർ നീഡ്സ് ടു ബി ആഡഡ് ഓർ ചേഞ്ച് ഇൻ ദ മൂവ്മെന്റ്? ഇനി കൂടുതലായിട്ട് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൽ എന്തെങ്കിലും പുതിയ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യണോ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണോ, അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ ഗാന്ധിജി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിന്റെ റിപ്ലൈ നോക്കൂ, ഐ ഹാവ് ലേൺ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് വെൽ, ഐ ഡോണ്ട് തിങ്ക് എനി ചേഞ്ചസ് ആർ നെസസറി. ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല രീതിയിലാണ് വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങളോ കുറവുകളോ ഒന്നുമില്ല, അത് പോണ പോലെ തന്നെ പോയിക്കോട്ടെ എന്ന് ഗുരു പറയുന്നുണ്ട്. Gandhi, I would like to learn about your opinion on what more steps are to be taken to relieve the troubles of backwardness classes other than the removal of untouchability. Oh, ഗുരു ചോദിക്കുന്നുണ്ട്, ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നുള്ളതല്ല, നമ്മൾ താഴ്ന്ന വർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്ന ആളുകളുടെ ഒന്ന് റിലീവ് ചെയ്യാൻ, അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ടെന്ന് ഗാന്ധിജി ഗുരുവിനോട് പറയുന്നുണ്ട്. അതായത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ താഴ്ന്ന വർഗ്ഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരു പറയും, നോക്കൂ, ദേ ഷുഡ് ഹാവ് എഡ്യൂക്കേഷൻ ആൻഡ് വെൽത്ത്. അപ്പൊ താഴ്ന്ന വർഗ്ഗക്കാർക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുക്കണം, അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കണം വേണ്ടത്ര സമ്പത്ത്, വേണ്ടത്ര വരുമാനം അവർക്ക് കൊടുക്കണം. ഐ ഡോണ്ട് സേ ഇന്റർകാസ്റ്റ് ഡൈനിങ് ആൻഡ് ഇന്റർകാസ്റ്റ് മാരേജസ് ആർ റിക്വയർഡ് അർജന്റ്ലി. ദേ ഷുഡ്
they too should have opportunities to improve like others. ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു താഴ്ന്ന വർഗ്ഗക്കാരൻ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു ഉയർന്ന വർഗ്ഗക്കാരൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കണമെന്നോ അല്ല ഒരു ഉയർന്ന വർഗ്ഗക്കാരൻ താഴ്ന്ന വർഗ്ഗക്കാരനെ കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ്, സാഹചര്യങ്ങൾ വരുമ്പോൾ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആ കാര്യങ്ങളും നടക്കണം. എല്ലാവരും ഭൂമിയിൽ ഒരുവരാണ്. പൈസ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലം വരും. അപ്പോൾ അത് വരാം. അപ്പൊ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനും വെൽത്തും എന്തായാലും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഗാന്ധി ചോദിക്കുന്നുണ്ട്, സം സേ non-violent satyagraha is useless and that there must be use of force for the establishment of our yards. What is your opinion? അപ്പോൾ ഗാന്ധി ചോദിക്കുന്ന ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ നോൺ വയലൻസ്, അതായത് ഒരു വയലൻസും ഇല്ലാതെ ഞാൻ കൊണ്ടുപോകുന്ന ഈ സത്യാഗ്രഹ പരിപാടികൾ എന്താണ്, ഒരു കാര്യമില്ല. കുറച്ചൊക്കെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, വയലൻസ് ഉപയോഗിച്ചിട്ടാണ് സത്യാഗ്രഹങ്ങൾ നടക്കേണ്ടത്. കുറച്ചൊക്കെ ചോര ഒഴുകണം, എന്നാലാ സത്യാഗ്രഹ പവർഫുൾ ആവുമെന്ന് ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അതായത് കുറച്ചൊക്കെ വയലൻസ് നമ്മൾ ആഡ് ചെയ്യണോ നമ്മൾ സത്യാഗ്രഹം ചെയ്യുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പറയും നോക്കൂ, ഐ ഡോണ്ട് തിങ്ക് യൂസ് ഓഫ് ഫോഴ്സ് ഈസ് ഗുഡ്. അങ്ങനെ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ വയലൻസ് പ്രയോഗിച്ചിട്ട് ഒരു സത്യാഗ്രഹം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നടത്തുന്ന സത്യാഗ്രഹം തന്നെയാണ് നല്ലത് എന്ന് ഗാന്ധിജിയോട് തിരിച്ചും പറയുന്നുണ്ട്. ഓക്കെ, ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഡു ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് അഡ്വക്കേറ്റ് യൂസ് ഓഫ് ഫോഴ്സ്? അപ്പോ ഹിന്ദു മനുസ്മൃതികളിൽ അല്ലെങ്കിൽ ഹിന്ദു ലിഖിതങ്ങളിൽ, ഹിന്ദു പുരാണങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ടോ, ബലം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗുരു പറയും നോക്കൂ, പുരാണാസ് ഡെപിക്ട് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ കിങ്സ് ആൻഡ് ദേ ഹാവ് ടു യൂസ്ഡ് ഇറ്റ്. അപ്പൊ പറയുന്നുണ്ട്, പുരാണങ്ങൾ പ്രകാരം രാജാക്കന്മാര് ബലം പ്രയോഗിച്ചിട്ടാണ് ഭരണം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. However, it is not justifiable in the case of the common people. രാജാക്കന്മാർക്ക് എന്ത് വേണേ കാണിക്കാം, പക്ഷെ സാധാരണക്കാർക്ക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കാര്യം നടത്താന്നുള്ളത് പറ്റാത്ത കാര്യമാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, അതേപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പവറുള്ളവരുടെ പോലെ ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് റിപ്ലൈ പറയുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സം സേ ദാറ്റ് we must resort to religious conversation and that it is the right way to attain freedom. Does Swamiji give permission for that? ഗാന്ധി ചോദിക്കുന്നുണ്ട്, നമ്മുടെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയന്റെ പേരിലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത്. അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത്. അതിലെന്താണ് സ്വാമിജിയുടെ അഭിപ്രായം എന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മതത്തിനെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതെന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരുവിന്റെ റിപ്ലൈ നോക്കൂ. ഇറ്റ് ഈസ് ബീൻ സീൻ ദാറ്റ് ദോസ് ഹു ആർ കൺവേർട്ടിംഗ് ആർ ഗെയിനിങ് ഫ്രീഡം. പറയുന്നുണ്ട്, മതം മാറുന്നവരാണ് ഇപ്പോ സത്യത്തില് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്. മനുഷ്യൻ ഒരു ജാതി ഒരു മതം ഒരു ഇതെന്ന് പറഞ്ഞ ആളാണ് ആര്, ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് എന്താണ് പറയുന്നത്, നോക്കൂ, മതം മാറുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്രരായിട്ടുള്ളവർ എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ മതം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത്. Looking at these, the people can't be blamed for thinking that religion conversion is good. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മതം മാറുന്നവർ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് തള്ളിക്കളയാനാവില്ല എന്ന് ഗുരു റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗാന്ധിയുടെ അടുത്ത ചോദ്യം നോക്കൂ. Does Swamiji think that Hindu religion is enough for spiritual liberation? ഓ, നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഹിന്ദു മതം സ്പിരിച്വൽ ലിബറേഷന് അല്ലെങ്കിൽ സ്പിരിച്വലി ഇത് നേടിയെടുക്കാൻ പ്രാപ്തമാണോ നമ്മുടെ ഹിന്ദു റിലീജിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. There are ways of liberation in the other religions too. ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ലിബറേഷൻസ് നേടിയെടുക്കാനുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹിന്ദു മതമല്ല, എല്ലാ മതങ്ങൾക്കും സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാന്നാണ് ഗുരുവിന്റെ റിപ്ലൈ. Gandhi, let the case of the other religion be so. Does Swamiji have the opinion that Hindu religion is enough for spiritual liberation? അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, അതെനിക്കറിയാം, എല്ലാ മതങ്ങൾക്കും സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ, പക്ഷെ ഹിന്ദു റിലീജിയന് സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ കഴിയുമോ എന്നാണ് ഗാന്ധിജി സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുരു പറയും നോക്കൂ, ഹിന്ദു റിലീജിയൻ ഈസ് ഇനഫ് ഫോർ സ്പിരിച്വൽ ലിബറേഷൻ. അപ്പോൾ ഹിന്ദു റിലീജിയൻ എന്തുകൊടുക്കാം, സ്പിരിച്വൽ റിവലേഷൻ നേടിയെടുക്കാം. ബട്ട് പീപ്പിൾ ഡിസൈർ മെറ്റീരിയൽ ഫ്രീഡം. അവർക്ക് വേണ്ടതാണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലാണ് അവർക്ക് കൂടുതൽ ഫ്രീഡം വേണ്ടത്, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളല്ല, വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലാണ് ആളുകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്, അല്ലാതെ മതപരമായിട്ടുള്ളതല്ല എന്നാണ് ഗുരു പറയുന്നത്. ഗാന്ധി, isn't it about the slavery due to untouchability? Let that be. Does Swamiji have the opinion that religion conversion is necessary for spiritual liberation? അപ്പോൾ പറയുന്നുണ്ട്, അൺടച്ചബിലിറ്റിക്ക് കാരണം അടിമത്തമാണെന്ന് പറയുന്നുണ്ട്, അല്ലേ, ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. Let that be. Does Swamiji have the opinion that religious conversion is necessary for spiritual liberation? അപ്പോൾ എന്താണ് ആദ്യം തന്നെ പറയുന്നുണ്ട്, എന്ത് നമ്മള് എന്താണ് അൺടച്ചബിലിറ്റിക്ക് കാരണം സ്ലേവറിയാണ്, അടിമത്വമാണ്, തൊട്ടുകൂടായ്മയ്ക്ക് കാരണം. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ
റിലീജിയസ് കൺവേർഷന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ റിലീജിയസ് കൺവേർഷൻ നടത്താൻ സ്പിരിച്വൽ ലിബറേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ നമ്മൾ മതം മാറേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നത്. നോ, റിലീജിയസ് കൺവേർഷൻ ഈസ് നോട്ട് നെസസറി ഫോർ സ്പിരിച്വൽ ലിബറേഷൻ. അല്ലെങ്കിൽ സ്പിരിച്വൽ ലിബറേഷൻ നേടിയെടുക്കാൻ മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ ഫ്രീ ആക്കുന്നതാണ് അല്ലെങ്കിൽ തുറന്നു വിടുന്നതാണ്. അതിനൊരു മതത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് സ്വാമിജി പറയുന്നത്. ആർ ഇൻ വി ട്രൈങ് ഫോർ മെറ്റീരിയൽ ഫ്രീഡം? വിൽ ഇറ്റ് ബി വെയിൻ? നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലല്ലേ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്? അതൊരു കണക്കിൽ വെയിൻ അല്ലേ, അല്ലെങ്കിൽ ഒരു കണക്കിന് സങ്കടമല്ലേ എന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. ഗുരു പറയും, നോക്കൂ, ഇറ്റ് വോണ്ട് ബി വെയിൻ. When we think of its deep rootedness, we have to see that Gandhi may have to reincarnate for its complete സക്സസ് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഒരു ഫെയിലിയർ ഒന്നല്ല. അതായത് മെറ്റീരിയൽ ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളത് അതിന്റെ ആഴത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഗാന്ധി മേ ഹാവ് ടു റീകർണേറ്റ് ഫോർ ഹിസ് കംപ്ലീറ്റ് സക്സസ്. അതായത് ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പോൾ ഫുൾ സക്സസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എന്ത് വേണം? ഈ ഹാവ് ടു റീഇൻകാർണേറ്റ് ഫോർ ഇറ്റ്സ് കംപ്ലീറ്റ് സക്സസ്. അതായത് ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിച്ചേർന്നാലാണ് ഗാന്ധിജിക്ക് അതിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റൂ എന്നാണ് ഗുരു പറയുന്നത്. ഗാന്ധി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഐ ബിലീവ് ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ഇൻ മൈ ലൈഫ് ടൈം ഇറ്റ് സെൽഫ്. എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണത എൻ്റെ ജീവിതത്തിലൂടെ തന്നെ വരുത്തുമെന്നാണ് ചിരിച്ചുകൊണ്ട് ഗാന്ധിജി പറയുന്നത്. ഈസ് ഇൻ ദ അൺടച്ചബിലിറ്റി അമംഗ് ദ ബാക്ക്വേർഡ് ക്ലാസസ് ടു ആർ എവരിവൺ പെർമിറ്റഡ് ടു എൻട്രി ഇൻ ടു സ്വാമിജീസ് ടെമ്പിൾസ്? ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ താഴ്ന്നവർഗക്കാരത്തിലല്ലേ കൂടുതൽ തൊട്ടുകൂടായ്മ കാണപ്പെടുന്നത്? നിങ്ങളുടെ അമ്പലങ്ങളിലേക്ക് താഴ്ന്ന വർഗ്ഗക്കാർക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. ഓക്കെ, ഗുരു, ഓൾ ആർ പെർമിറ്റഡ്. എൻ്റെ സദസ്സിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ താഴ്ന്ന വർഗ്ഗക്കാരനോ ഉയർന്ന വർഗ്ഗക്കാരനോ പൈസ ഉള്ളവനോ പൈസ ഇല്ലാത്തവനോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിൽ കടന്നു വരാം. Children belonging to Pulaya and Pariya communities are residing and studying with others at Shivagiri. They are participating in the prayers with others. വെരി ഗ്ലാഡനി. ഇപ്പോൾ പറയുന്നുണ്ട്, വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പുലയരും പരിയരും പോലെയുള്ള കമ്മ്യൂണിറ്റികളാണ് എൻ്റെ വസതികളിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ തന്നെ. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, എൻ്റെ ഒപ്പം കടന്നു വരാം. ആർക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം പ്രാർത്ഥനയിൽ ഉൾപ്പെടാം. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ ഒപ്പം കൂടാം. ഇതിൽ ജാതിയോ മതമോ സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ എപ്പോഴും എൻ്റെ ഒപ്പം കൂടാമെന്നാണ് ഗുരു പറയുന്നത്. ഗാന്ധി എന്ത് ചെയ്യാണ്, വെരി ഗ്ലാഡനി. നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം, സംസാരിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, so that's all about the conversation. Thank you.